Hi craft lovers, welcome to Hues and Paint. കാർഡ്ബോർഡ് കൊണ്ടുള്ള ഒരു അടിപൊളി ഷോ കം യൂസ്ഫുൾ ക്രാഫ്റ്റുമാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു മെറ്റാലിക് അല്ലെങ്കിൽ അക്രിലിക് പേജ്, കാർഡ്ബോർഡ് ഒരു 4 to 6 പീസസ്, പിന്നെ 2 ചെറിയ പൈപ്പ്, പിന്നെ പോപ്പ് സ്റ്റിക്സ്, അത് ഓപ്ഷണലാണ്. അപ്പോൾ നമ്മൾ ആദ്യം കാലിൻ്റെ പീസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതിൻ്റെ ഡിസൈൻ ഞാനിത് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കാലിൻ്റെ പോർഷനാണ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് വേണ്ടത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കട്ടിയുള്ള കാർഡ്ബോർഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ലെഗ് പോർഷനിലാണ്. അപ്പോൾ ഇതുപോലെ കാർഡ്ബോർഡ് വെട്ടിയെടുത്ത് അതിൻ്റെ മണ്ടയ്ക്ക് ഫെവിക്കോൾ എന്തെങ്കിലും ഒരു നല്ല ഒരു ഗ്ലൂ വെച്ച് ഒട്ടിച്ച് ഗ്ലൂ ഒക്കെ തേച്ച് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് സ്റ്റോക്ക് ചെയ്തിട്ട് അതിൻ്റെ താഴത്തെ പോർഷന് സ്ട്രെങ്ത് നമ്മൾ മാക്സിമം കൂട്ടണം. അപ്പോൾ നമ്മൾ കാർഡ്ബോർഡ് ചൂസ് ചെയ്യുമ്പോൾ 2-3 കുറച്ച് നാൾ കാത്തിരുന്നാലേ ചിലപ്പോൾ ഈ ക്രാഫ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ഞാനും ഇതുപോലെ കാർഡ്ബോർഡ്സ് കളക്ട് ചെയ്ത് വെക്കാൻ കുറച്ച് സമയം എടുത്തു. ബട്ട് സ്റ്റിൽ വെർത്തായിട്ടുള്ളൊരു ഒരു കാത്തിരിപ്പ് തന്നെയാണത്. അപ്പോൾ അങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചതാ ഞാൻ 2 ലെഗ് പീസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാർഡ്ബോർഡ് വെച്ച് റെക്റ്റാങ്കുലർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് സ്റ്റാക്ക് ചെയ്ത് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് ഈ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഞാൻ പോപ്പ് സ്റ്റിക്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്ഷേ ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ മുകളിൽ വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്താലും മതി. ജസ്റ്റ് ഒരു ഡിഫറെൻറ്റ് ലുക്കിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് ചെയ്ത് വെച്ചിരിക്കുന്നത്. വലിയ ടേബിൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാലിൻ്റെ ഏറ്റവും അറ്റം, അതായത് ബോട്ടം പോർഷൻ വളരെ കട്ടി കൂടിയതായിരിക്കും. കാരണം ആ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അതുപോലെ അതിൻ്റെ നമ്മുടെ ടേബിളിൻ്റെയും സ്റ്റൂളിൻ്റെയും ബോട്ടം പോർഷനിൽ ആ ഒരു സ്ട്രെങ്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാർഡ്ബോർഡ് പീസിലേക്ക് അതിൻ്റെ ലെങ്തും വെടുത്തും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന കാർഡ്ബോർഡ് പീസ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തില്ലേ ഒരു മിഡിൽ പോർഷൻ, ആ കാർഡ്ബോർഡ് പീസ് തന്നെ ഞാനിവിടെ റീയൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ഷേപ്പ് വേണ്ട, വേറെ ഷേപ്പ് വേണമെങ്കിൽ ആ ഷേപ്പിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത മാർക്കിങ്സിലൂടെ കുറച്ച് കാർഡ്ബോർഡ്, അപ്പോൾ നമ്മൾ സ്റ്റാക്ക് ചെയ്തുണ്ടാക്കിയ കാർഡ്ബോർഡ് 2-3 കാർഡ്ബോർഡിൻ്റെ ഡെപ്തിൽ അത് റിമൂവ് ചെയ്യും. അപ്പോൾ ഒരു ഡിപ്രഷൻ വരും. ആ ഡിപ്രഷനിലേക്ക് ഞാൻ ഫെവിക്കോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഈ കാല് വെച്ച് നമ്മൾ പ്രസ് ചെയ്ത് എന്തെങ്കിലും വെയിറ്റ് വെച്ച് അതൊരു ഉണങ്ങാൻ സെറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. ഗ്ലൂ ഗൺ ഉപയോഗിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഉപയോഗിച്ചോളൂ. ദാറ്റ് ഈസ് കുറച്ചുകൂടെ ഫാസ്റ്റാണ്, കുറച്ചുകൂടെ സ്ട്രെങ്ത്തും ലഭിക്കും. സെയിം ടെക്നിക്ക് തന്നെയാണ് നമ്മൾ ആ ടേബിളിൻ്റെ ടോപ്പ് പോർഷനിലും യൂസ് ചെയ്യുന്നത്. അതിലോട്ട് ഈ കാലിൻ്റെ 2 മെഷർമെൻറ്റ്സ് ഞാൻ മാർക്ക് ചെയ്ത് അതിനകത്തും ഏകദേശം 3-4 കാർഡ്ബോർഡ്സ് സ്റ്റോക്ക് ചെയ്തിൽ 2 കാർഡ്ബോർഡ് ലെങ്ത്തിൽ ഞാൻ ആ മെറ്റീരിയൽ റിമൂവ് ചെയ്യും. അപ്പോൾ അവിടെ ഇതുപോലെ ഡിപ്രഷൻ വരും. അതിലോട്ട് നമ്മൾ ഗ്ലൂ ഗണോ ഫെവിക്കോളോ ഒഴിച്ച് നമ്മൾ 2 കാലും സെറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ നോക്ക്, ഞാൻ ഫെവിക്കോൾ ഒഴിക്കുന്നുണ്ട്, അതിൻ്റെ മണ്ടയ്ക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. 2 കാലും സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെക്കണം. സോ ദാറ്റ് ഇത് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിൽ നിന്നുള്ള സാധനം ഗ്ലൂ ഗൺ ആണെങ്കിൽ പെട്ടെന്നൊട്ടും. ഞാനിപ്പോൾ ഫെവിക്കോൾ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ നമുക്ക് വെയിറ്റൊക്കെ വെച്ച് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് സെറ്റാകാൻ വെച്ചതിന് ശേഷം ഞാൻ രണ്ടാമത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പേഴ്സ് എടുക്കും. ടിഷ്യൂ പേപ്പേഴ്സ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ എഡ്ജസൊക്കെ നമുക്കറിയാം, ഈ കാർഡ്ബോർഡ് കട്ട് ചെയ്ത് തരുമ്പോൾ ഭയങ്കര അൺഈവൻ ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു ഫിനിഷ് കിട്ടത്തില്ല. അപ്പോൾ അതിന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ക്ലേ വെക്കാം, അതല്ലെങ്കിൽ ഞാൻ ഈ സൈഡിലൊക്കെ കണ്ടോ നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഞാൻ പശ വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തേക്കാണ്. അതിനുശേഷം ഈ 2 കാലും പൊസിഷൻ വെക്കാൻ വേണ്ടിയിട്ട് 2 പൈപ്പ് സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ റീയൂസ് 2 ബോട്ടിൽ, അതായത് ഇവളുടെ എന്തൊക്കെയോ റീയൂസ് ചെയ്യുന്ന 2 രീതിയിൽ 2 കുഞ്ഞു ബോട്ടിലോ 2 സ്റ്റിക്കോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അല്പം ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി ഞാനിത് പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഫൈനൽ റിസൾട്ടാണ് കാണിക്കാൻ പോകുന്നത്. ലുക്കിൽ മാത്രമല്ല സ്ട്രെങ്ത്തിലും ഒട്ടും മോശമല്ലാത്തൊരു ക്രാഫ്റ്റാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എൻ്റെ ക്ലോസപ്പ് ഷോട്ട്സുകളൊക്കെയാണ് ഇനി വരുന്നത്. ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ഗിറ്റാർ എടുത്ത് തന്നെ മുകളിൽ വെച്ച് നോക്കി വെയിറ്റ് എന്തുമാത്രം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നമുക്ക് ഇരിക്കാനൊന്നും പറ്റത്തില്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂൾ ആണ് നമുക്ക് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഹാളിലോ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലോ ഒക്കെ വെക്കാം. ഷോ പീസ് പോലെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ഡിസൈൻ അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. നമ്മൾ ആ ഉണ്ടാക്കിയെടുത്തപ്പോൾ എനിക്ക് തോന്നിയൊരു കളർ കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, വുഡൻ കളറാണെന്നുണ്ടെങ്കിൽ വുഡൻ കളർ യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ ഒരു ഓർഗനൈസറിൻ്റെ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വുഡൻ കളറാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ലുക്ക് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇത് ഉറപ്പായും ഷെയർ ചെയ്യണം. ബൈ.